ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അത് ആദ്യം പറയുകയാണ്. റെസനേറ്റ് ആവുന്നവരെടുക്കണം, അല്ലാത്തവർ വിട്ടേക്ക്. ടൈംലെസ് ആണ്. അതുപോലെ തന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് ചോദിക്കുന്നത് കറൻറ്റ് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നാണ്. ഇന്നത്തെ എനർജി എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ? അപ്പോൾ ഇന്ന് ഫീലിങ്സ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ സിറ്റുവേഷൻ നോക്കുന്നുണ്ട്. നിങ്ങളോട് എങ്ങനെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത്രയൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്, ഇത്രയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്സ് കിട്ടിയിരിക്കുന്നു. 10 ഓഫ് കപ്സ് നമുക്ക് റിവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾഫിൽമെൻ്റ് ആണ് അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ റിവേഴ്സ് വരുമ്പോൾ നേരെ തലതിരിഞ്ഞാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഫാമിലിയുമായിട്ട് നല്ല രീതിയിലല്ല പോകുന്നത് എന്നാണ്. നമ്മൾ ഇന്നലെ എടുത്തതിൻ്റെ ബാക്കിയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഈ കാർഡിനെ കാണാം കേട്ടോ. അപ്പം തല കുത്തിരിഞ്ഞ് നിൽക്കുന്നു, അല്ലെ തല കുത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആകെ താളം പിഴച്ചിരിക്കുന്നു. ഉറക്കം ഇല്ലാത്ത രാത്രികൾ എന്ന് തന്നെ പറയാം. ഉറക്കമില്ല എന്നാണ് നമുക്കിവിടെ വിശേഷിപ്പിക്കാനുള്ളത്. ഒരു തരം നൈറ്റ് ഓഫ് വാൻസ്, ഒരു ഫ്ലട്ടി ആയിട്ടുള്ള, ഫ്ലട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിനോടും ഒരു താല്പര്യമില്ലാതെ ആർക്കോ വേണ്ടി ജീവിക്കുന്ന, ഒരു മമതയില്ലാത്ത എന്നൊക്കെ നമുക്കിവിടെ വിശേഷിപ്പിക്കാം. ഈ കാർഡ് ഒരു ജീവിക്കുന്നു, ആർക്കോ വേണ്ടി ജീവിക്കുന്നു, എന്തിനോ വേണ്ടി ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ ഇവിടെ നമുക്ക്. അപ്പോൾ തന്നെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഇവിടെ വളരെ അധികം കാണിക്കുന്നുണ്ട്. ഉറക്കമില്ലെന്ന് പറഞ്ഞു, തലകുത്തനെയാണ്, അപ്പം എന്തൊക്കെയോടെ കുറച്ച് സ്ട്രഗിൾസ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. എന്നാൽ ഫയറാണ് ഉള്ളിൽ, ഭയങ്കര ഫയറാണ്, ലയണാണ്, കിങ് ആണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല. ഈഗോയൊക്കെ നല്ലപോലെ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് കേട്ടോ നിങ്ങൾ, ഹി ഓർ ഷി ആരായാലും. അപ്പോൾ അതിനെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഇപ്പോഴും. ആ അഗ്നിയെ അല്ലെങ്കിൽ ആ പവറിനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെല്ലാം വന്നാലും ഞാൻ അതിനെയൊക്കെ തരണം ചെയ്യും എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഇന്ന് വ്യക്തി നിൽക്കുന്നത്. ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇന്നർ സ്ട്രെങ്ത്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ ഇന്നർ സ്ട്രെങ്ത് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത കാർഡ് വന്നിരിക്കുന്നത് അൺസാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത് അൺസാറ്റിസ്ഫൈഡ് ആണ്. ഇതിനെ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. ഈ പോകുന്നതിനോട് എനിക്ക് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല എന്ന് ആൾ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട ഓടിയാലോ എന്നാണ് ചിന്തിക്കുന്നത് ഇപ്പോൾ. എസ്കേപ്പേഴ്സ് ആണ്, എസ്കേപ്പിസം. ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. ഈ വളരെ കഠിനമായ ഈ സിറ്റുവേഷനിൽ നിന്നൊക്കെ എനിക്കൊന്ന് പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യണം, എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം, എനിക്ക് ഇവിടെ മടുത്തു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ വളരെയധികം വിഷമത്തിലാണ്. ഒരുപാട് ജോലികൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ബന്ധം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇഷ്യൂസ്. അവരുടെ ഫാമിലി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ആ ഇഷ്യൂസിനെ ഒന്ന് മാറ്റിയെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ധാരാളം പ്രയത്നിച്ചിരിക്കുന്നു. പക്ഷേ അതവിടെ നടക്കുന്നില്ല എന്നാണ്. എന്നാൽ ഇവിടെ ഈഗോ എന്ന ആ ഒരു കാർഡ് ഉണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ധനപരമായുള്ള കാര്യങ്ങളുടെ നെട്ടോട്ടത്തിൽ ആണ് എങ്കിൽ പോലും ഈഗോയ്ക്ക് യാതൊരു കുറവും ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഈ കാർഡ് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതും ഒരു കാർഡ് ആണ്. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. അപ്പോൾ നിങ്ങളുടെ കണക്ഷനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെ കുറച്ച് ഈഗോ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാണ്. ഈഗോ കാണിക്കാൻ കാരണം പൊതുവേ നേരത്തെ നമ്മൾ ഫയർ എനർജി കണ്ടു. കിങ് ഓഫ് വാൻസിൻ്റെ എനർജി, ആൾ അങ്ങനത്തെ ഉള്ളൊരു വ്യക്തിയാണ്. അതായത് കുറച്ച് ഈഗോയുമുണ്ട്. അതുപോലെ തന്നെ എന്നെ എല്ലാവരും ബഹുമാനിക്കണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ എന്താ പറയുക,
ഞാൻ എനിക്ക് എൻ്റേതായ ആ ഒരു അതോറിറ്റി ഉണ്ട്, അത് കീപ്പ് ചെയ്തേ ഞാൻ ജീവിക്കുകയുള്ളൂ. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഘടകവിരുദ്ധമായിട്ട് വിഷമങ്ങൾ വന്നാൽ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവിടെ എനിക്ക് കുറച്ച് ഈഗോയൊക്കെ തലപൊക്കും. അതിപ്പം തേർഡ് പാർട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ആ രീതിയിൽ വരുന്നത്. എന്നാൽ ഇവിടെ ക്യൂൺ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സ്മൈലൊക്കെ ഉള്ളിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഒരു സന്തോഷം ഉള്ളിൽ വരുന്നത്. നർച്ചറിങ് ആയിട്ടുള്ള നിങ്ങളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ഷമാശീലനായ ഒരാളാണ്. കാരണം ആ ക്ഷമ ഈ അയാളുടെ ഈഗോയെ ഒരു എന്താ പറയുക തണുപ്പിച്ച് നിർത്താൻ പ്രാപ്തമായ ഒന്നാണ്. അപ്പം കുറച്ച് ഫയർ എനർജിയുള്ള ആ വ്യക്തിയെ കുറച്ച് എന്താ പറയുക ശീതളമായ ഒരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു തണുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന് ആൾ ചിന്തിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഞാൻ ഈഗോ കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നിങ്ങളോടുള്ള എനർജിയാണ് വരുന്നത്. നിങ്ങളോട് ഞാൻ അത് കാണിച്ചിട്ടുണ്ട് നിന്നോട്. പക്ഷേ എങ്കിൽ പോലും ആ പഴയതൊക്കെ മറന്നിട്ട് എനിക്ക് നിന്നിലേക്ക്, കാരണം ഒരു കാര്യവുമില്ലാതെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത പാർട്ടിയാണത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തിരിച്ച് നിന്നിലേക്ക് വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. എൻ്റെ അടുത്ത് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അതെല്ലാം എനിക്ക് തിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ആബ്സെൻസ് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഇത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് പിന്നെ നിങ്ങളുമായിട്ടുള്ള അകൽച്ചയ്ക്കും കുറച്ചൊക്കെ കാരണമായിട്ടുണ്ട്. മാനസിക സംഘർഷങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ടും അതാകാം എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നിങ്ങളില്ലാത്ത ആ ഒരു ലൈഫിനെ കുറിച്ച് ആൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന എനർജി. അപ്പോൾ നിങ്ങളിങ്ങനെ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എനർജി ആയതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻസ് മോശമാണ്. അതിൽ നിന്ന് എനിക്കൊന്ന് ഓടി ഒളിക്കണം, എനിക്കൊന്ന് എസ്കേപ്പ് ചെയ്യണം, ഞാൻ മടുത്തു, എനിക്ക് മതിയായി എന്നാലും ആ ഉള്ളിലെ ഫയർ കൊണ്ട് ഞാൻ അതിനെയെല്ലാം പിടിച്ച് ഇങ്ങനെ എന്താ പറയുക ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്നാൽ എനിക്കിപ്പോൾ വളരെയധികം എനിക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് എന്നൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എന്താണ് കിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ഒരു ന്യൂ ഗ്രോത്ത് ആണ് വരുന്നത്. ഇവിടെ ന്യൂ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാർഡ് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നത്, ഒരുപാട് അധ്വാനിച്ചതിന് ശേഷം നമ്മളൊരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ അത് മുളച്ചു വരുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അതിങ്ങനെ മരവിച്ച പോലെ ഭൂമിയിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ കുറച്ച് ജലമൊക്കെ വീണ് അത് ഒന്ന് തളിർത്തു വരുന്നു. അത് വളരെ സന്തോഷമാണ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് കാർഡിൽ നമുക്കതെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു ന്യൂ ബിഗിനിങ്, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ആ ഒരു മാനസിക ഉല്ലാസം മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ളത് എന്ന് എടുത്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ദ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളാണ് ഈ ആളുടെ ലോകം എന്ന് വെച്ചാൽ എല്ലാ സക്സസ്സും നിങ്ങളിലാണ് വരുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആളുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് വരും എന്ന് ചിന്തിക്കുന്നു. എൻ്റെ ലോകം എന്ന് പറയുന്നത് നീയാണ്. നീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് ഫുൾഫിൽ ആകാൻ പറ്റൂ. കാരണം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് നീ തന്നിരുന്ന തണൽ എന്ന് പറയുന്നത് അത്ര വലുതായിരുന്നു. പക്ഷേ അത് ചില സാഹചര്യങ്ങളിൽ ഞാനത് നഷ്ടപ്പെടുത്തി, എനിക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതെൻ്റെ തെറ്റാണ്. അതിന് നിങ്ങളോട് വളരെയധികം ഹൃദയം കൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളെ വീണ്ടും നേടിയെടുക്കുവാനുള്ള ആ ഒരു ത്വര, ആ ഒരു അഗ്നി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ഒരു ധൈര്യം സംഭരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ് ഇന്ന് ഗൈഡൻസ് മെസ്സേജ് കിട്ടിയിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന നമ്മളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കാർഡ്സ് എനർജി, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മളുടെ റീഡിങ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.